ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും തമ്മിൽ കീഴടങ്ങിക്കൊണ്ട് താഴ്മ ധരിച്ചുകൊള്ളുവീൻ എന്ന പദമാണ്. ഇവിടെ പത്രോസ് ഓർമ്മപ്പെടുത്തുന്നത് പരസ്പരം സ്നേഹിപ്പാനും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുവാനുള്ള, പരസ്പരം കീഴടങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും സന്മനസ് വയ്ക്കുന്നു എങ്കിൽ മാത്രമേ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേലുണ്ടാകുകയുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കൊരിന്ത്യരുള്ള ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ജനം പക്ഷം പിടിക്കുവാനും ഗ്രൂപ്പുകൾ സൃഷ്ടിപ്പാനും ആ തലങ്ങളിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുവാനോ ക്ഷമിപ്പാനോ താഴ്മ ധരിക്കുവാനോ ഇഷ്ടം ഇല്ലാത്തവരായി തീരുകയും അവരുടെ ചിന്താഗതികൾക്കനുസരിച്ച് അവരുടെ ധാരണകൾക്കനുസരിച്ച് അവർ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു പറ്റം ആളുകൾ ഞാൻ പൗലോസിൻ്റെ പക്ഷത്ത് ആണെന്നും മറ്റൊരു പറ്റം ആളുകൾ ഞങ്ങൾ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനാണെന്നും മറ്റൊരു കൂട്ടം ആളുകൾ ഞങ്ങൾ കേപ്പാവിൻ്റെ പക്ഷക്കാരനാണെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ എന്ന് പറയുന്നു. പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം നമ്മൾ സ്നേഹിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരുടെ ഇടയിൽ പക്ഷം പിടുത്തലുകളും ക്ഷമിക്കുവാൻ മനസ്സില്ലാത്ത മനോഭാവങ്ങളും കടന്നുകൂടി അത് ശരിയായ നിലപാടല്ലെന്നും ആ നിലയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുകയില്ലെന്നും പൗലോസ് തൻ്റെ ലേഖനത്തിലൂടെ കൊരിന്ത്യ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പത്രോസ് ഓർമ്മപ്പെടുത്തി പറയുന്നത്, നിങ്ങൾ പരസ്പരം തമ്മിൽ കീഴടങ്ങുവാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇടയിൽ യഥാർത്ഥമായ ദൈവ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ബോധ്യപ്പെടുത്തൽ കൂടിയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നിലുമൊക്കെ ദൈവം പ്രതീക്ഷിക്കുന്നത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നതും പരസ്പരം ക്ഷമിക്കുന്ന, പരസ്പരം കീഴ്പ്പെടുന്നതുമായ ഒരു മനസ്സിൻ്റെ ഓഹരിക്കാരായി നമ്മൾ തീരണമെന്ന് തന്നെയാണ്. തങ്ങളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുന്ന ഒരു മനോഭാവമുള്ളവരായി നമുക്ക് തീരേണ്ടതിന് കീഴ്പ്പെടേണ്ടവരുടെ മുമ്പിൽ കീഴ്പ്പെടുവാനും സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ സ്നേഹിപ്പാനും ഇടയായി തീരേണ്ടതിനും നമുക്ക് നമ്മെ സമർപ്പിക്കണം. അതിനെൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ തമ്മിൽ കീഴടങ്ങി ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴത്തിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കഴിപ്പാൻ, ആ തലങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ
ആമേൻ.